PM ശ്രീയുമായി മുന്നോട്ട് പോകുന്ന ചില എതിർപ്പുകൾ സർക്കാരിന് വിമർശനം നിങ്ങൾക്ക് ഒരു പക്ഷെ മറന്നതാണ്. അത് CPM-നെ ചിലവർ കുറ്റം പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ ഞാൻ സർക്കാരിനെ കുറ്റം പറയില്ല. കാരണം ആ പണം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? നമ്മളുടെ സ്കൂളുകളുടെ സ്ഥിതി, ഗവൺമെന്റ് സ്കൂളുകളുടെ സ്ഥിതി മഹാമോശമാണ്. നമ്മൾക്ക് റൂഫിൽ ലീക്ക് ചെയ്യുന്നൊരു സ്ഥിതി എത്തിക്കഴിഞ്ഞു. ചില സ്കൂൾ റൂമിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും. ആ സ്ഥിതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പണം ഉപേക്ഷിക്കുന്നത് അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. അതന്നെ നമ്മളുടെ UDF സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കറിക്കുലം ഞങ്ങളാ തീരുമാനിക്കുക. നിങ്ങൾ ഞങ്ങളോട് പറയില്ല എന്താ പഠിപ്പിക്കേണ്ടത് കുട്ടികളോട്. പക്ഷെ നിങ്ങളുടെ സഹായത്തിലൂടെ നമ്മുടെ സ്കൂൾസിനെ മെച്ചപ്പെടുത്താം. അതിലൊരു കുഴപ്പം കാണുന്നില്ല. അതാണ് എന്റെ സ്റ്റാൻഡ്. അതിൽ ഒരു മാറ്റമില്ല. ഞാൻ ഒരു വർഷം മുമ്പ് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നു. ഹൈക്കമാൻഡ് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്നുള്ള വ്യത്യസ്തമായിരിക്കും. അല്ലല്ല, PM ശ്രീ നമ്മളുടെ ഇന്ത്യയിൽ എന്റെ ഓർമ്മ പ്രകാരം കേരളം തമിഴ്നാട് മാത്രമേ അതിനെ എടുക്കാതിരുന്നത്. എല്ലാവിടെയും നടക്കുന്നുണ്ട്. ഒരു പക്ഷേ മമതാ ബാനർജിയുടെ ബംഗാളിലും ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. പക്ഷെ എല്ലാവിടെയും നടക്കുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്ര പൈസ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസയല്ലേ. നമ്മൾക്ക് അതിനൊരു അവകാശമില്ലേ നമ്മുടെ നാട്ടുകാർക്ക്? എന്തുകൊണ്ടാണ് നമ്മൾ ഐഡിയോളജിയിൽ നിന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് പണം കൊടുക്കാതിരിക്കണം, അവരുടെ സ്കൂൾ റൂമിനും അവരുടെ ഫെസിലിറ്റീസിനും അവരുടെ സ്കൂളുകളെയും ഈ മോശസ്ഥിതിയിൽ വിടുന്നത്? അതിലൊരു അർത്ഥമില്ല. PM ശ്രീ ചെയ്തത് നല്ല തന്നെയാണ്. ഞാൻ സപ്പോർട്ട്